വലിയ തോതല്ല. ബംഗാളിലുള്ള ഏതാണ്ട് എല്ലാ മുസ്ലിങ്ങളും കുസ്പേട്ടുകളാണ്. മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കാൻ വന്നിട്ടുള്ള ബംഗാളികളായിട്ടുള്ള ലുങ്കി ഉടുത്ത മനുഷ്യന്മാരെ പിടിച്ച് ബോർഡർ കടത്തിയിട്ടുള്ള ബംഗാളിലെ മുസ്ലിങ്ങൾ, അങ്ങനെ തന്നെ പറയാം, ബംഗാളിലെ മുസ്ലിങ്ങൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണ്. അവരൊക്കെ അന്യായമായി വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയിരിക്കുകയാണ്. അവന്മാരൊക്കെ ഒഴിവാക്കണം. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുള ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതിനെതിരെ ഒരുപക്ഷെ ഇന്ത്യയിൽ എവിടെയും കാണാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രതിരോധം തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിൽ, മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മളെ കൺവെൻഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് നടന്ന പ്രതിരോധം മാതിരി ആയിരുന്നില്ല. എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. 24 മണിക്കൂറിനകം വിത്തിൻ 20 കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിരോധം ഇന്ന് ഇറങ്ങിക്കോണം. ഈ ടെറിട്ടറിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓഫീസിൽ വന്നിട്ട് ED ഒരു ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി ഓഫീസിൽ വന്നിട്ട് പരിശോധന നടത്താൻ മുഖ്യമന്ത്രിയാണ് നേരിട്ട് ഓടി വന്നിട്ട് അവിടെ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. മുഖ്യമന്ത്രിയാണ് നേരിട്ട് ഓടി വന്നിട്ട് അവിടെ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരോട് നമ്മുടെ സാധാരണ മട്ടിലുള്ള രാഷ്ട്രീയ പ്രതിരോധം അല്ല, നമുക്കിന്ന് വൈകുന്നേരം ഒരു ധർണ നടത്തി കളയാം, മറ്റന്നാളൊരു സെമിനാർ നടത്തി കളയാം എന്ന മട്ടിലല്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തെരുവിലിറങ്ങി വന്ന് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു റാലിയിൽ അവർ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, എന്താണ്, മുറിവേറ്റ കടുവ സാധാരണ കടുവയേക്കാൾ മാരകമായിരിക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്തുവാടാ നീ? ആരാടാ നീ?